അങ്ങനെ നീണ്ട മടി പിടിച്ച ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വന്നിരിക്കുകയാണ് വീണ്ടും എൻ്റെ പുതിയ വീഡിയോസും വിശേഷങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആഫ്റ്റർ എ ലോങ് ബ്രേക്ക്. എന്താണെന്നറിയോ ഈ ഒരു ബ്രേക്കിൻ്റെ കാരണം? സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. എന്തുകൊണ്ടോ ഞാൻ ഇങ്ങനെ മടി പിടിച്ചിരുന്നു പോയി. നാളെ ഇടാം, അല്ലെങ്കിൽ 2 ദിവസം കഴിയട്ടെ, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നിരുന്ന് ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു 2 മാസത്തോളമായിന്ന് തോന്നുന്നു ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ഞാനിത് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം കുട്ടികൾക്ക് എക്സാം തുടങ്ങിയ കാരണമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും നോക്കിയിരുന്നു കഴിഞ്ഞാൽ കുറേ ടൈം ഇതിൻ്റെ പിന്നിൽ പോകും. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യലും വോയിസ് ഓവർ കൊടുത്തിരുന്ന സമയം പോണതേ അറിയില്ല. അപ്പോൾ അത് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ വേണം വെച്ചിട്ട് തന്നെ അപ്പോൾ സ്റ്റോപ്പ് ചെയ്താൽ. പക്ഷേ വെക്കേഷൻ തുടങ്ങിയാൽ ഓക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. പക്ഷേ വെക്കേഷൻ തുടങ്ങിയിട്ടും എൻ്റെ മൂഡ് മാത്രം തിരിച്ചു വന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വൈകിപ്പോയത്. ഞാനതിനിടയ്ക്ക് കുറേ വീഡിയോസ് ഞാൻ കുക്കിങ്ങിൻ്റെ അല്ലാതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വെക്കേഷൻ തുടങ്ങിയ കാരണവും പിന്നെ നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ നാട്ടിൽ പോയി 2 ആഴ്ച അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് വന്ന് ഒരാഴ്ച ഇവിടെ നിന്നതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് അങ്ങനെ എൻ്റെ മടി എൻ്റെ അസ്ഥിയിൽ കയറി പിടിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ നാട്ടിലിപ്പോൾ നമുക്ക് ഒരു കല്യാണത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ എടുത്തു. ഇപ്പോഴും എൻ്റെ മൊബൈൽ ഭയങ്കരമായിട്ട് ഹാങ് ആയിട്ടിരിക്കുന്ന കാരണം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എങ്കിലും ഇട്ടത്. ഇനി മൊബൈൽ അനങ്ങാത്തൊരവസ്ഥയാണ് വീഡിയോസ് ഇത് അപ്ലോഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നത്. കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ എനിക്കത് ഡിലീറ്റ് ചെയ്യാൻ മനസ്സ് വരാത്തതുകൊണ്ട് എന്തായാലും അവിടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് മുമ്പത്തെ കുറേ വീഡിയോസ് കിടക്കുന്നുണ്ട്, അതിന് എന്നാണാവോ ദൈവം ഞാൻ അപ്ലോഡ് ചെയ്യാം. എന്തായാലും നമ്മൾ തൃശ്ശൂർ ഒരു കല്യാണത്തിന് വേണ്ടിയാണ് ഈ ബാംഗ്ലൂരിൽ നിന്ന് നമ്മളെല്ലാവരും കൂടി പോന്നിരിക്കുന്നത്. അപ്പോൾ പക്ഷേ നമ്മൾ പാലക്കാട് വഴി അങ്ങനെ തൃശ്ശൂർക്ക് ആണല്ലോ പോണേ. അപ്പോൾ പാലക്കാടാണ് ചേട്ടൻ്റെ വീട്, അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ വീട്. അപ്പോൾ അവിടെ കയറി 2 ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുട്ടികളൊന്നും കണ്ടിട്ടില്ല ആ വീടും ഭാഗങ്ങളൊക്കെ. അപ്പോൾ അവിടെ ചേട്ടൻ്റെ കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ട്, പിന്നെ അമ്പലവും കുളവും ഒക്കെ ഉണ്ട്. അപ്പോൾ മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ 2 ദിവസം അവിടെ തങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ഉൾഭാഗം ഞാൻ വെറുതെ ഇരുന്ന് ഇങ്ങനെ മുഷിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് അതും കൂടി വീഡിയോ എടുത്തതാണ്. ഇതിപ്പോൾ വീട്ടിൽ ആരും ഇല്ല. ചേട്ടൻ്റെ അമ്മയും അച്ഛനൊക്കെ അവിടെ ബാംഗ്ലൂരാണ്. ഇവരാകെ കളരി പൂജയ്ക്ക് വേണ്ടി വരും. അങ്ങനെയാണ് ഒരു ആളും ബഹളവും ഒക്കെ ആവുക വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്ക് വർഷത്തിലൊരിക്കൽ വരണോണ്ട് തന്നെ വേണ്ട അത്യാവശ്യം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോയ അന്നൊക്കെ അവിടെ പുറത്തുനിന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിചാരിച്ചു നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്കുള്ളത് നമുക്ക് ഇവിടെ തന്നെ റെഡിയാക്കാം. പിന്നെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് വലിയ സുഖം ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് പുളിക്കുന്ന ഇഡ്ഡലി കഴിച്ചത് പാലക്കാട് നിന്ന് കേട്ടോ. അത് വാങ്ങിയതിൻ്റെ പ്രശ്നം കൊണ്ടാണ് റെസ്റ്റോറൻറ്റിൻ്റെ. അപ്പോൾ പുളിച്ച ഇഡ്ഡലി ഇങ്ങനെ പുളിക്കാൻ കാരണം നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല. പക്ഷെ അവിടെ നിന്ന് വാങ്ങിയ പുട്ടും കറിയും അടിപൊളിയായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്ന് നമ്മളുടെ ഹോം മെയ്ഡ് ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ചേട്ടൻ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മളവിടെ ചോറും സാമ്പാറും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കി അങ്ങനെ റെഡിയാക്കി. ഇടയ്ക്ക് മീൻ വാങ്ങിക്കായിരുന്നു തോന്നി, ഒരു ഹോൺ കേട്ടപ്പോൾ മീനാണേന്ന് പറഞ്ഞ് ഞാൻ ഓടിപ്പോന്നതാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് അത് മീനല്ലായിരുന്നു, ഐസായിരുന്നു, ഐസ്ക്രീം. ഞാൻ ഐസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പോൾ കേൾക്കണ ഇപ്പോഴത്തെ പിള്ളേരായിരിക്കും ഐസോ, ആക്ച്വലി ഐസ്ക്രീമാണ്. പക്ഷെ നമ്മളൊക്കെ അന്ന് പണ്ടത്തെ കാലത്ത് ഐസ് വണ്ടി വേണേ എന്ന് പറയാം. അപ്പോൾ ആ ഒരു ഇതിൽ ഞാനങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ കിട്ടി. മീനില്ലെങ്കിൽ വേണ്ട, ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഐസ്ക്രീം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ അതിൽ സിപ്പപ്പ് ഇരിക്കണം. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സിപ്പപ്പ് വാങ്ങി. ഒരു നൊസ്റ്റാൾജിക് ഐറ്റം എന്ന് പറയാം ഈ ഒരു സിപ്പപ്പ് എന്ന് പറയുന്നത്. സ്കൂളിൻ്റെ ഒക്കെ അടുത്ത് ചെറിയ കടകളൊക്കെ ഉണ്ടാവില്ലേ, അവിടെ നിന്ന് പണ്ട് വാങ്ങി കുടിക്കണ ആ ഒരു ഓർമ്മ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇത് കുടിച്ചതാണ് കേട്ടോ. ബാംഗ്ലൂരിൽ ഇത് മാത്രം എനിക്ക് കിട്ടിയിട്ടില്ല. ഇതും കിട്ടുമായിരിക്കും ചിലപ്പോൾ എവിടെയെങ്കിലും, പക്ഷെ ഞാൻ കുടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പലതരത്തിലുള്ള പല ഫ്ലേവറിലുള്ള സിപ്പപ്പ് വാങ്ങിയാണ് കുടിച്ചു. അങ്ങനെ ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും ഇരുന്ന് ഞങ്ങൾ അതൊക്കെ കുടിച്ച് പച്ചക്കറിയൊക്കെ നന്നാക്കി ഇരിക്കണം കേട്ടോ. കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരം പോയിക്കിന് കുറച്ച് നേരം ക്രിക്കറ്റ് കളിച്ചു അതിൻ്റെ ഉള്ളിരുന്ന്. അത് കഴിഞ്ഞതാ ഇവിടെ മീൻ പിടിക്കണം ചേട്ടനും അനിയത്തിയും കൂടി. മോനെ പിന്നെ മൊബൈൽ ഉണ്ട്.
അപ്പോൾ പുറത്തേക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിസ്ക് എടുത്ത് ഇറങ്ങാൻ തയ്യാറുള്ളവർ മാത്രം ഇറങ്ങിയാൽ മതി എന്നുള്ള ഒരു ഇതിലാണ് അങ്ങ് സൂര്യൻ ഉദിച്ചിരിക്കണേ. അപ്പോൾ എന്തായാലും ചോറൊക്കെ റെഡിയായി, ഞങ്ങൾ ചോറൊക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെ വൈകിട്ട് കുളത്തിലൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുളിക്കാണ്ട് ഇങ്ങനെ കൂറ പിടിച്ചൊക്കെ ഇരിക്കില്ലേ, അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലാണ് മൊത്തം തണുപ്പായിട്ടിരിക്കുന്നത്. പുറത്തിറങ്ങാൻ രക്ഷയില്ലാത്ത കാരണം നമ്മളിവിടെ ഇന്ന് പതുക്കെ കുളത്തിൽ പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണ കാരണം അങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ കുളിച്ചാലും കാര്യമില്ല, വീണ്ടും വിയർക്കണം. അപ്പോൾ പിന്നെ എന്തിനാ വെറുതെ നമ്മൾ രാവിലെ റിസ്ക് എടുക്കല്ല, വെറുതെ എന്തിനാ രാവിലെ ആ ഒരു പരിപാടിക്ക് പോകണേ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അത് അവിടെ അടുത്തുള്ള വീട്ടിലുള്ളവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് വേലിയിലും അവിടെ എവിടെയൊക്കെ നോക്കി ഇങ്ങനെ പതുക്കെ നടക്കണം കേട്ടോ. ഈ വീട്ടിൽ ഗേറ്റ് പോലെ മരം കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണുണ്ടോ, കുട്ടികളുള്ള കാരണം കേട്ടോ അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ചേട്ടൻ കുളിക്കാൻ വേണ്ടി കാറിൽ പോകണതാണ് ആ കാണുന്നത്, കുളത്തിലിറങ്ങാൻ വേണ്ടി. ഞാനും നവ്യം മോളുമാണ് ഇപ്പോൾ നടന്നു പോണത്. ബാക്കി കുറച്ച് പേര് നേരത്തെ പോയി. അമ്മയൊക്കെ പിന്നെ പതുക്കെ വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ നിന്നു. അതാ അവിടെ ഒരു അമ്പലം കണ്ടില്ലേ, ഈ അമ്പലത്തിലൊക്കെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇതാക്കി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ അമ്പലമൊക്കെ അതിൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് ഭയങ്കര മടിയാണ്. ഇവിടെയൊക്കെ ശരിക്കും ഇങ്ങനെ അമ്പലത്തിൽ പ്രദേശത്തൊക്കെ കാണാനുണ്ട്, പക്ഷെ നമ്മളത് വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ. ഞാൻ അയ്യാനക്കുളത്ത് പോയപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുക്കാൻ പാടില്ല. ഇവിടെയൊക്കെ എങ്ങനെയാണെന്നറിയില്ല. എന്തായാലും എല്ലാം ഭഗവാന്മാരും ഭഗവതികളാണല്ലോ, നമ്മൾ എടുക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ എടുത്തില്ല. പക്ഷെ നല്ല ഭംഗി, ഈ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ അത്. ഈ ഒരു സമയത്ത് നല്ല സുഖമാണ് പുറത്തിറങ്ങാനായിട്ട്. അപ്പോൾ ഇതൊരു ഭഗവതിയുടെ അമ്പലമാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ അവിടേക്കൊക്കെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ വന്നു. ഞാൻ പറഞ്ഞില്ല കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ മാങ്ങ ഈ നാട്ടിലങ്ങോട്ട് നമ്മൾ കേരളത്തിലേക്ക് അങ്ങോട്ട് കടന്നപ്പോൾ തുടങ്ങി മാവുകളൊക്കെ ഇങ്ങനെ എത്ര മാങ്ങകളാണ് വെറുതെ റോഡ് സൈഡിൽ ഇങ്ങനെ ഉണ്ടായി നിൽക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ കുളത്തിൽ എത്തിയിരിക്കുകയാണ്. അമ്പലക്കുളമാണ് കേട്ടോ, വളരെ വിശാലമായി നിരന്ന് കിടക്കുന്ന അമ്പലക്കുളം. കുറച്ചിങ്ങനെ ആളുകൾ ഈ കരയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നിന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പോണ വഴിക്ക് നിറച്ച് വീടുകളും കടകളും. ഇതാ കാണുന്നതൊക്കെ ഒരു കുഞ്ഞു കടയാണ്, നല്ല ഭംഗിയുണ്ട് ഈ ഏരിയ. ഞങ്ങൾ നാട്ടിൽ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ്റെ ടൈമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ പ്രചാരണം ഉണ്ടല്ലോ, ഇലക്ഷൻ ക്യാമ്പയിൻ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ റോഡിൽ കൂടെ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാതെ അവിടെ നിന്ന് ഒരു വണ്ടി വരുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ കുളത്തിൻ്റെ വക്കത്ത് കുറച്ച് പേരിരുന്നു, കുറച്ച് പേര് ഇറങ്ങി. മോൾക്ക് ഭയങ്കര പേടിയുണ്ട്, ഭയങ്കര ഉഷാറായിരുന്നു കുളം കാണാനൊക്കെ വരാനായിട്ട്. അതിൻ്റെ അടുത്തെത്തിയപ്പോൾ പിന്നെ ആളെ ഇറങ്ങണില്ല, പിന്നെ ഇങ്ങനെയൊക്കെയോ ഇറക്കിയ ആളെ. ഇനി എനിക്ക് യൂട്യൂബ് വല്ല സ്ട്രൈക്ക് അടിക്കാവോ കേട്ടോ, ഞാൻ കുളിസീൻ കാണിച്ചു എന്ന് പറഞ്ഞിട്ട്. റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു കുളം വരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങിയില്ല. എന്തായാലും അവിടെയൊക്കെ ആൾക്കാർ അലക്കലും കുളിയൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ കരയിലൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഞാൻ പാലക്കാടുള്ള ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലൊക്കെ പോണതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാം. അതും കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ച വീഡിയോ ലെങ്തി ആവും, അല്ലെങ്കിൽ പിന്നെ വീണ്ടും എഡിറ്റ് ചെയ്ത് ഇതിലുള്ള നല്ല നല്ല വിഷ്വൽസൊക്കെ കളയണം. ഒരു പക്ഷേ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്ത എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും അതുപോലെ ഇത്തരം നല്ല നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ കഴിവുള്ളവർക്കാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുള്ളൂ. അല്ലാത്തവർക്ക് ഭയങ്കര ബോറായിട്ട് തോന്നും. എന്തിനാണ് ഞാനിങ്ങനെ വലിച്ചു നീട്ടി ഇതൊക്കെ ഇട്ടേക്കണേന്ന് നിങ്ങൾക്ക് തോന്നാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീഡിയോ ആയിട്ട് എൻ്റെ മൊബൈലിൽ എന്തായാലും കിടക്കാൻ വഴിയില്ല, ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഇതിങ്ങനെ എൻ്റെ ചാനലിൽ കിടന്നാൽ അതെന്നേക്കും കാണാനായിട്ട് എൻ്റെ ചാനലിൽ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബോറടിക്കുന്ന അറിഞ്ഞാലും ഇത് നീട്ടി പരത്തി ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.